ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നത്, ഞാൻ വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ നിങ്ങളോട് നിങ്ങൾ കുറച്ച് പേര് അയച്ച കമൻറ്റുകൾക്ക് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വന്ന കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകും, ഇത്രയും പഠിച്ചതല്ലേ അതെന്നുള്ളൊരു ജോലിക്ക് പോകും. പിന്നെ ഇന്നിട്ട വീഡിയോയിൽ പറഞ്ഞു കാശിൽ കുറച്ച് നടക്കാതെ ജോലിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്തത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ചെറിയ സങ്കടമുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുള്ളത്, ഞാനൊരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, എനിക്ക് കിട്ടുന്ന ജോലികളെല്ലാം എറണാകുളം, മലപ്പുറം ഭാഗത്തേക്കൊക്കെയാണ്, നല്ല സാലറി ഉണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ അവസ്ഥയിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ടാണ് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അമ്മച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് BP കൂടുന്നതും, അതുപോലെ തന്നെ അമ്മയ്ക്ക് കൈക്കും കാലിനുള്ള വേദനകളും ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ട്. അപ്പോൾ അമ്മേനെ തനിച്ചാക്കിയിട്ട് എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മേനെ കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ ചെന്നിട്ട് വീടെടുക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനും കുറച്ച് എമൗണ്ട് നമുക്ക് വേണ്ടി വരും നേരത്തെ തന്നെ. അപ്പോൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു വിടുന്നുണ്ട്. വീട്ടിൽ അത്യാവശ്യം കുറേ ലോണുകളും കാര്യങ്ങളും കടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ജോലിക്ക് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയോട് ഞാൻ ജോലിക്ക് പോകാൻ പറഞ്ഞിട്ടില്ല. അമ്മയുടെ ഇഷ്ടത്തിനാണ് പോകുന്നത്. അമ്മ പിന്നെ എല്ലാ ദിവസവും പോകുന്നൊന്നുമില്ല. അപ്പോൾ വയ്യാത്ത ദിവസങ്ങളിൽ അമ്മ വീട്ടിൽ ഇരിക്കും. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോയി പിന്നെ പാടുള്ള പണിയല്ല. ഏലക്കാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നെടുക്കുന്ന കായെടുപ്പ്, അതുപോലെ കവാത്ത് എന്ന് വെച്ചാൽ അത്ര പാടുള്ള പണികളല്ല. അതുകൊണ്ടാണ് അമ്മ പോകുന്നത്. അപ്പോൾ അമ്മയോട് പറ്റുന്ന രീതിയിൽ അമ്മ പൊക്കും. അല്ലാതെ അമ്മേനെ ആരും നിർബന്ധിച്ച് ജോലിക്ക് വിടുന്നില്ല. പിന്നെ അമ്മയ്ക്ക് രോഗങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ വീടും വിട്ടിട്ട് നമുക്ക് പുറത്ത് പോയി നിൽക്കാൻ പറ്റില്ല, കാരണം മഴക്കാലം വരെയാണ്. അതുപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ വീട് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആകെ നശിച്ചു പോകും. പിന്നെ എൻ്റെ ചേച്ചിമാർ 2 പേരുള്ള കാര്യം അറിയാലോ, അവരെയും കെട്ടിച്ചുവിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. ലിജിമോളുടെ അടുത്തും പോയി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാൻ. പിന്നെ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. ഞാൻ പഠിച്ചു കഴിഞ്ഞിപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് റിസൈൻ ഇട്ടിട്ടാണ് നമ്മൾ ലിജിമോളുടെ അടുത്ത് പോയത്. അപ്പോൾ ലിജിമോളുടെ അടുത്ത് 3 വർഷത്തോളം ഞാൻ പോയി നിന്നുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി എന്താ പറയുക, നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പിന്നെ ഇടുക്കിയിൽ നമുക്ക് പോയി വരുന്ന രീതിയിൽ ജോലി നോക്കാനാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. നെടുങ്കണ്ടത്ത് ഒരു ജോലി വരാനും ശരിയായിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ട്രാവലിങ് കുറച്ച് ദൂരമാണ്. എങ്കിൽ പോലും ഞാനത് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. മലപ്പുറത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ജോലിയുടെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മേനെ വിട്ടിട്ട്, അമ്മയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം എന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന എൻ്റെ അമ്മേനെ എനിക്ക് തനിച്ചാക്കി പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പോവാതെ നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്നും പോയി നിന്നാലും അവിടുന്ന് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെന്താ, അമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെയും പോവാതെ നിൽക്കുന്നത്. പിന്നെ ഞാൻ നെടുങ്കണ്ടത്ത് നോക്കിയെന്ന് പറഞ്ഞല്ലോ, അതെന്തായാലും ശരിയായി കഴിഞ്ഞാൽ എനിക്ക് പോയി വരാം. അതുവരെ ഞാൻ എന്തായാലും വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എനിക്ക് കുറച്ച് ഏണിങ്സ് ആണ്, ഒരു 10 രൂപയാണേലും എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നമ്മുടെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ വീട്ടിലൊക്കെ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പൈസ കൊണ്ട് അവരൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലീവ് ഉണ്ടായിരുന്നു, 2 ദിവസം ലീവ് എടുത്തിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അത്രയും നമ്മളെന്താ പറയുക, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിച്ചാലേ നമുക്ക് മുന്നോട്ട് പറ്റുള്ളൂ. കാരണം അവരിവിടെ തൊട്ടടുത്ത് വന്നു, നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലിരുന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ലോൺ അടച്ചു വിടുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആശുപത്രി കേസ് മാസത്തിൽ തന്നെ എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ ആശുപത്രി പോക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ആവും. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. പിന്നെ അത്യാവശ്യം ആശുപത്രി പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തു വെച്ചിരുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇട്ട് വിടുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക് ടൈമിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇന്നിട്ട വീഡിയോയിൽ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയണമെന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഞാൻ വീട്ടിൽ ഇരുന്നിട്ട്
ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഓരോ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ പറയുക, നമ്മളങ്ങനെ ആയിപ്പോകുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കായ എടുക്കാൻ പോയതും അതുപോലെ കവാത്ത് എടുക്കാൻ പോകുമ്പോഴൊക്കെ എനിക്ക് 500 ദിവസം 500 രൂപയാണ് കായ എടുക്കാൻ പോകുന്നതിന് കവാത്ത് എടുക്കുന്നതിന്. അപ്പോൾ അതൊന്നും അത്ര ഭാരപ്പെട്ട ജോലിയല്ല. പിന്നെ എല്ലാ ജോലിക്കും ഞാൻ എന്ത് ജോലി ചെയ്യാനും എനിക്കൊരു മടിയുള്ള ആളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാന്യമായിട്ടുള്ള എന്ത് ജോലിയും ചെയ്യാൻ എനിക്കൊരു മടിയുള്ള ആളല്ല ഞാൻ. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് മനസ്സാക്ഷിയും സ്നേഹവും കാര്യങ്ങളൊക്കെ കൂടുതലാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ സ്വന്തം കാര്യം അങ്ങനെ പെട്ടെന്ന് നോക്കാൻ പറ്റിയല്ല. എങ്കിലും ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ അത്യാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് കിട്ടിയ പൈസയ്ക്ക്, അമ്മയ്ക്ക് ബോണസ് കിട്ടിയ പൈസയും പിന്നെ കുറച്ച് സേവിങ്സ് ഒക്കെ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ മോതിരം അതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് 2.5 ലക്ഷം രൂപയുടെ സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കുറച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കടങ്ങൾ കയറി നമ്മളൊരു ഭാഗത്ത് നിന്ന് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഇത്ര രൂപയ്ക്ക് സാലറി കിട്ടണം അല്ലെങ്കിൽ ഇത്ര ജോലിക്ക് പോകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ എന്നെ കയ്യിൽ നിന്ന് കുറച്ച് സേവിങ്സും ഒക്കെ വെച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ഒരു സൈഡിൽ നിന്ന് കടങ്ങളും കാര്യങ്ങളൊക്കെ തീർത്ത് പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ അമ്മയും ചെയ്യുന്നുണ്ട്. അമ്മയെ ഒരിക്കലും ഞാൻ ജോലിക്ക് പോകാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നൊന്നുമില്ല. എങ്കിലും അമ്മയ്ക്ക് വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ പോകുന്നു. അപ്പോൾ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ അമ്മ ചെയ്തോളാൻ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അമ്മേനെ നിർബന്ധിച്ച് വീട്ടിൽ ഇരുത്തില്ല. പിന്നെ നിർബന്ധിക്കും, തീരെ വയ്യാത്ത അമ്മയ്ക്ക് നല്ല ദേഷ്യപ്പെടുകയും ചെയ്യും. അമ്മ വീട്ടിൽ ഇരുന്നാൽ മതി പോകണ്ടെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. ഞാൻ മാത്രമല്ല ലിതിമോളൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ അവരെ കയ്യിൽ നിന്ന് നമുക്ക് ഒരിക്കലും ലിതിമോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, അതുപോലെ തന്നെ ലിജിമോക്ക് വയ്യാണ്ടിരിക്കുന്നു. അപ്പോൾ അവരിൽ നിന്ന് നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല നമ്മുടെ അത്യാവശ്യത്തിനുള്ള. അപ്പോൾ എന്തായാലും കുടുംബം ഈ ഒരു ഒന്നല്ലേലും 2 പേരാണ്, അതൊരു കുടുംബമാണ്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണം, പിന്നെ ലോൺ എടുത്ത് അതിനടയ്ക്കണം, അതും ഇതും അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിയുന്ന എൻ്റെ അമ്മേനെ നല്ല രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്. അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അമ്മ ഹാപ്പിയാണ്. അപ്പോൾ നമ്മളിടുന്ന 20 മിനിറ്റത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഒരിക്കലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അത്രയധികം നിങ്ങളുടെ അടുത്ത് ഞാനത് പറയാറില്ല. ഞാൻ അത്യാവശ്യം എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളും, അതുപോലെ പുറത്തു പോകുന്നതും സന്തോഷകരമാണ്. ഞാൻ സന്തോഷമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ഒരിക്കലും എനിക്ക് ഇത്ര രൂപ വേണമെന്നൊന്നും പറഞ്ഞ് ഞാൻ വീഡിയോസൊന്നും ഇടാറില്ലല്ലോ. പിന്നെ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ, അത് എടുത്തു പറയാറുണ്ട്. അതിപ്പോൾ മെസ്സേജിലൂടെ ആണെങ്കിലും കമൻറ്റുകളിലൂടെ ആണെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ആൻറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, കാരണം അത്രയും ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ലോൺ പെൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തൊരു ആൻറ്റി മാത്രമല്ല കുറേ പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ കടമായിട്ട് ചോദിച്ചിട്ടുള്ള, അല്ലാതെ ഒരിക്കലും ആരുടെ അടുത്തൊന്നും അമിതമായിട്ട് കാശ് മേടിക്കും അങ്ങനെയല്ല ഇന്നത് വേണമെന്നൊന്നും പറഞ്ഞ് മേടിക്കാറില്ല. കടം മേടിച്ചാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കും. അപ്പോൾ അധികമൊന്നും ഞാൻ ആരുടെ അടുത്തും മേടിക്കാറില്ല. മേടിച്ചാൽ തന്നെ കറക്റ്റ് ടൈമിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു ജീവിതമാണ്, നമ്മുടെ ഈ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീടൊക്കെ നല്ല രീതിയിലാക്കാനൊക്കെ എനിക്ക് ഭയങ്കര പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ലിജിമോക്ക് ഒരു അസുഖം വന്നതോടുകൂടി നമ്മുടെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കേട്ടോ. ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ. അതും ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. എങ്കിൽ പോലും നമ്മുടെ ഓരോ ചാച്ചന് അസുഖമായിട്ടിരുന്ന സമയത്താണെങ്കിലും രോഗാവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് അവരുടെ ജീവനാണ് നമുക്ക് വലുത്, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കുറേയൊക്കെ ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മളത് ഓരോന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ തീർത്ത് വരും കേട്ടോ. ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്ന് തീർത്ത് വരുവാണ്. എന്തായാലും മുന്നോട്ട് എന്താ പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ജോലിയുടെ കാര്യം. അപ്പോൾ കുറേ കമൻറ്റുകൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവം എന്താണ് എല്ലാവരും ഇങ്ങനെ പറയാം. പക്ഷെ നിങ്ങളത് അറിയുന്നില്ലല്ലോ. നമ്മൾ കാണിക്കുന്ന ആ 20 മിനിറ്റത്തെ കാര്യങ്ങളല്ലേ നിങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പറഞ്ഞ കമൻറ്റുകളിലൊന്നും നിങ്ങളോടൊരു ദേഷ്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എൻ്റെ നല്ലതിന് വേണ്ടി പറഞ്ഞാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണ് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ കുറച്ച് സങ്കടം തോന്നി. അത് കുഴപ്പമില്ല. പക്ഷെ അത് എനിക്ക് പിന്നെ സന്തോഷമുള്ളൂ.
പിന്നെന്താ ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ നല്ല കാര്യങ്ങളാണേലും ചീത്ത കാര്യങ്ങൾ എന്താണേലും എൻ്റെ അടുത്ത് നിങ്ങളത് പറയുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അപ്പം ഇത്രയും നാൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് കുറച്ച് വരുമാനമാണെങ്കിലും കിട്ടുന്നുള്ളത് കൊണ്ടാണ്, കുറേ സ്നേഹം കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് നമ്മൾ മുന്നോട്ട് വന്നത്. കാരണം നമ്മളെ ഒരു കുറച്ച് വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മളെ താങ്ങാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. EMI ഒക്കെ ഉണ്ട് കേട്ടോ അടച്ചു പോകാനായിട്ട്. അതൊക്കെ ഞാൻ EMI ഒക്കെ ഒരു ഭാഗത്തു നിന്ന് അടച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ മാസത്തോടു കൂടി ഞാൻ ജോലിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ നോക്കുന്നുള്ളൂ, വീട്ടിൽ നിന്ന് പോയി വരുന്ന രീതിയിൽ. പിന്നെ ക്ലാസ്സൊക്കെ പിള്ളേർക്ക് തുടങ്ങുമ്പോഴത്തേക്കും ട്യൂഷൻ്റെ കാര്യമൊക്കെ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ട്യൂഷന്, അതുപോലെ തന്നെ കായെടുപ്പ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് ഫുൾ ടൈം ബിസിയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെങ്കിലും ആഴ്ചയിൽ നല്ലൊരു ഏണിങ്സ് എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കടങ്ങൾ തീർത്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് കയ്യിൽ പിടിക്കാനായിട്ട് കാശ് ഇല്ലാത്തത്. എങ്കിൽ പോലും കടങ്ങളൊക്കെ തീർത്തിട്ട് വേണം എനിക്കൊന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബായ്. അപ്പോൾ ഒന്ന് പറയാനുണ്ട്, അപ്പോൾ കമൻറ്റ് ചെയ്തവരൊന്നും എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കല്ലേ. എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കത് വിഷമം തോന്നിയുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ തന്ന സപ്പോർട്ടും ആ സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.